അതുകൊണ്ടാണ് ഇവരെല്ലാവരും ആ ഒരു നാക്കിനെ ഭയക്കുന്നത്. കാരണം എന്താ പറയുക, ആ നാക്കൊരു ഭയങ്കരമാണ്. കാരണം അത് അങ്ങ് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നീരാളി പിടിച്ചായിരിക്കും, പിന്നെ വിടൂല. അപ്പോഴും പറയുകയാണെന്ന് അവർക്ക് അവരുടെ എന്താ പറയുക 3 ഭർത്താക്കന്മാരുണ്ട് അവർക്ക് 3 ഭർത്താക്കന്മാരെയും കൊലപ്പെടുത്തിയിട്ട് ഷെഫീന ബീബി ഇത് മേടിക്കുന്നുണ്ട്, പെൻഷൻ വാങ്ങിക്കുന്നുണ്ട്. 3 ഭർത്താക്കന്മാരെ കൊലപ്പെടുത്തിയിട്ട് പെൻഷൻ വാങ്ങിക്കുമെന്ന് ഒരുത്തി പറയല. കാരണം എന്ന് വെച്ചാൽ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ തലക്ക് വെളിവില്ലെങ്കിലല്ലേ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. പിന്നെ ഗൾഫെന്നുള്ള ചില വിവരങ്ങളൊക്കെ അങ്ങ് ബായ തുറന്നങ്ങ് വിട്ട് കഴിഞ്ഞാൽ പല ആൾക്കാരും ഇവിടെ. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവരും ആലോചിച്ചിട്ടുണ്ട്, ഈ സെലിബ്രിറ്റി എന്ന് പറയുന്ന കുറേ ടീമുകളുടെ ഇവിടെ വലിയ വലിയ കാറുകളിൽ പോകുന്ന, വലിയ വലിയ വീടുകളിലുണ്ട്, വലിയ വലിയ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവർക്ക് എവിടെ നിന്നാണോ ഇങ്ങനെ പൈസ? അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഒരു സ്റ്റേജ് പ്രോഗ്രാമിലൊക്കെ പോയി കഴിഞ്ഞാൽ 2 ലക്ഷം 3 ലക്ഷം കിട്ടുമോ? അത് നിങ്ങളൊന്ന് പറ. ഒരു സ്റ്റേജ് പ്രോഗ്രാമിന് കൂടി വന്നാൽ 10,000 ഉറുപ്പ്യ 20,000 ഉറുപ്പ്യ കിട്ടും, അത്രയേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ വിചാരിക്കുക 2 3 ലക്ഷം, ഈ 20,000 വാങ്ങിച്ച് ഇവരുടെ ചിലവും കഴിച്ചിട്ട് ഇവർക്ക് കരുതാ പൈസ. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പൈസക്കാർ. അതുപോലെ തന്നെ തലക്ക് പെയിന്റ് അടിച്ച് കഴിഞ്ഞാൽ പൈസ കിട്ടുള്ളൂ? അത് നിങ്ങളൊന്ന് പറ. മുഖത്ത് പൊട്ടിയിട്ട് കഴിഞ്ഞാൽ പൈസ കിട്ടുള്ളൂ? അപ്പോൾ എവിടെ നിന്ന് പൈസ? അതൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞാൽ എൻ്റെ പൊന്നു മക്കളെ, പല ആൾക്കാരും കൂടെ ഇക്ഷ ഇമ്മ ഇന്ന ഇന്ന ഇഞ്ഞ വരക്കേണ്ടി വരും. സംഘകളെ നമസ്കാരം. എവിടെ നോക്കിക്കഴിഞ്ഞാലും ഷെഫീന ബീബി ഇല്ലാത്ത ഒരു സംഭവം ഇല്ലാന്ന് എനിക്ക് പറയാനുള്ളൂ. അതായത് ആര് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോഴും പുതിയൊരു അവതാരങ്ങൾ വന്നിട്ടുണ്ട്. വേറെ ആരുമല്ല, നമ്മുടെ രഞ്ജിനി ഹരിദാസും അതുപോലെ ജാൻമനിയുമാണ്. കുറെ കടിക്കാൻ പറ്റാതെ ഇംഗ്ലീഷുകളുമായിട്ടാണ് അവർ വന്നിരിക്കുന്നത്. എടോ, ഇതന്നെയല്ലേ എല്ലാവരും പറയുന്നത്. അതായത് ഷെഫീന ബീബ പറഞ്ഞ് ശരിയല്ല എന്ന് പറയുകയും ചെയ്തു. അവരാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഉള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു. വീണ്ടും 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 വന്നിട്ട് ഷെഫീന ബീബി ഇതെന്തെങ്കിലും ഉറങ്ങിപ്പോയിനാ? ഇത് തന്നെയല്ലേ 3-4 ദിവസമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നേ. അതിനെതിരെ എല്ലാവരും പറഞ്ഞു ഷെഫീന ബീബി നിങ്ങൾ പറഞ്ഞ ശരിയല്ല, വളരെ തെറ്റാണ്, നിങ്ങൾക്ക് വിമർശിക്കാം, പക്ഷേ അത് കുറച്ച് മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കണം, അനാവശ്യ വാക്കുകൾ ഉപയോഗിക്കരുത് എന്നല്ലേ എൻ്റെ പറഞ്ഞത്. പിന്നെ വന്നിട്ടായിരുന്നു ഈ ഷെഫീന ബീബിക്കെതിരെ. എന്നാൽ പിന്നെ എൻ്റെ കൂടിയും കിടക്കട്ടെ ഒരു കൊട്ട്, എല്ലാവരും അങ്ങ് ചെയ്യുന്നുണ്ടല്ലോ, എന്നാൽ എൻ്റെ കൂടിയും കൂടി ഒന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് 2 പേരും കൂടി എവിടുന്നോ ഓടിപ്പടച്ച് വന്നയാന്ന്. ഇവിടെ എത്തുമ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞു പോയി. പിന്നെ എന്താ ചെയ്യുക? എങ്ങനെയൊക്കെയോ തപ്പിപ്പിടിച്ച് കൊണ്ടുവന്നത് പുറത്ത് വിട്ടു. എന്താ വിട്ടതെന്നറിയാം? അറിയൊന്നുമല്ല. നിയമം ഞങ്ങൾക്ക് ഇതാണെങ്കിൽ ഞാൻ ആദ്യം ചെയ്യുന്നത് ഷെഫീന ബീബിയെ ഇതാണ്. എന്തൊരു ആവേശമാണ്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് അറിയാം എൻ്റെ പൊന്നു മക്കളെ, അവർ പറയുന്ന കാര്യങ്ങൾ, അവർ പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് കൂടിപ്പോയി. അവർ പറഞ്ഞ തെറ്റ് തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ആരായി കഴിഞ്ഞാലും സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഇടുന്നുണ്ടെങ്കിൽ, അതായത് പബ്ലിക്കിൻ്റെ മുന്നിൽ എന്തെങ്കിലും ഇടുന്നുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾക്കറിയോ ഫേസ്ബുക്കിൽ ഒരു ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് നമുക്ക് പബ്ലിഷ് ചെയ്യാം. അങ്ങനെ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പല ആൾക്കാരും കാണും കേട്ടാ. അതായത് വീട്ടുകാരോ നാട്ടുകാരോ മാത്രമല്ല, ലോകം മുഴുവൻ കാണുവായിരുന്നേ. പക്ഷെ അതിനൊക്കെ നല്ല കാശും അവർ തരും, നല്ല പൈസയും തരും. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചിട്ട് വേണം ഇനി ഇടാൻ വേണ്ടിയിട്ട്. അതല്ലടോ ഇപ്പോഴത്തെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട. എൻ്റെ പൊന്നു മക്കളെ, നിങ്ങളെ ഡ്രസ്സില്ലാതെ ഫോട്ടോ കാണാൻ വേണ്ടിയിട്ടും നിങ്ങൾ എന്തെങ്കിലും ഇടുന്നുണ്ടോ നോക്കിയിട്ട് ഇവിടെ ഒരുപാട് കഴുകന്മാരൊക്കെ നോക്കിയിരിക്കുന്നുണ്ട്. അവരുടെ മുന്നിൽ പോയിട്ട് എന്തിനാ മക്കളെ ഇട്ട് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ട് വരുന്നത് എന്ന് പറയുന്നതിന് പകരമായിട്ട് ഞങ്ങളത് പ്രോത്സാഹിപ്പിക്കാം. ഞാൻ സുരേഷ് ഗോപിൻ്റെ സൗണ്ട് എടുക്കുന്നതിലൂടെ അങ്ങേര് ഒരിക്കലും പറയത്തില്ല. അങ്ങേര് ചാട്ടവാറ് കൊണ്ട് അടിക്കുമല്ലേ ഇനിയായിരുന്നു, ഇമ്മാതിരി തോന്നിവാസം കൊണ്ട് പോയിട്ടാണ്. അങ്ങേരൊക്കെ വളരെ ഡീസൻ്റാണ്. പിന്നെ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് പറയാനുണ്ട്. ചിലക്കുമ്പോൾ മോഹൻലാൽ കയറി വരും, ചന്ത് വരുത്തോൽപ്പിക്കാതാവില്ല മക്കളെ, മമ്മൂട്ടി കയറി വരും, ഇങ്ങനെയൊക്കെ ഉണ്ടാവും എനിക്കടന്ന്. ഞാൻ അങ്ങനെ വീഡിയോ ചെയ്യാറുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് വേറെയൊന്നുമല്ല. നിങ്ങൾ എന്താ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞു മക്കളോട് പറഞ്ഞു കൊടുക്കേണ്ടത് ഇതാണ്. ഓരോ അമ്മമാരും പറഞ്ഞു കൊടുക്കണം, ഓരോ മുത്തശ്ശിമാരും. ഇന്ന് മുത്തശ്ശിമാരില്ല, ഇന്നൊരു വീട്ടിലും മുത്തശ്ശിമാരില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. മുത്തശ്ശിമാരൊക്കെ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാഥാലയങ്ങളിലും ആശ്രമങ്ങളിലുമാണ്. ഇന്നിപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലാറ്റ്, അതിൻ്റെ അകത്ത് 2 ബെഡ്റൂം, ഭാര്യയും ഭർത്താവും 2 മക്കളും മാത്രമായി ചുരുങ്ങിപ്പോയി. പല വീടുകളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്ധ്യാപൾക്ക് വെക്കുന്നുണ്ടോ എന്ന് നമ്മളിങ്ങനെ എത്തി നോക്കേണ്ടി വരും, വെക്കാറില്ല. മെഴുകുതിരി കത്തിക്കുന്നുണ്ടോ, പ്രാർത്ഥനയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുമില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ പല കുടുംബങ്ങളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തിയും കാര്യങ്ങളൊക്കെ അങ്ങ് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമാതിരി തോന്നിയവാസം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇത് ലഘൂകരിക്കുകയാണ്. അതായത് ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ എന്താ പറയേണ്ടത്, ഒരു യുവതി, ഒരു സ്ത്രീയുടെ അവർ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് വരുമ്പോഴേ അവരുടെ ആ ശരീരത്തെ കണ്ണുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുളകുന്ന കുറേ ടീമുകൾ ഉണ്ടാവും. ഒരു കാര്യം പറയാലോ, ഈ രജിത് കുമാർ പറഞ്ഞ പോലെ കണ്ണേറ് എന്നൊക്കെ അതിന് പറയാം.
അത് ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക മാരക രോഗങ്ങൾ വന്നിട്ട് നമ്മളെ കിടത്തും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതായത് ഈ പിന്നെ എന്താ പറയേണ്ടത് ഭയങ്കരമായിട്ട് ഈ സെക്സും കാര്യങ്ങളൊക്കെ കാണിച്ച് നടക്കുന്ന ചില നടിമാരുണ്ട്. അവരുടെയൊക്കെ വിയോഗങ്ങൾ നിങ്ങൾ ആരെങ്കിലും നോക്കിയിട്ടുണ്ടോ? അത് നോക്കിക്കഴിഞ്ഞാൽ അത് പഴയ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെക്സ് ബോംബുകളായിട്ട് അവതരിക്കുന്ന കുറേ നടിമാരുണ്ട്. അതായത് ഒരുപാട് വൾഗറായിട്ടുള്ള ഡ്രസ്സ് ഇട്ട് ഡാൻസ് ചെയ്യുന്ന അവരുടെയൊക്കെ ജീവിതത്തിൻ്റെ അവസാന കാലം എങ്ങനെയാണെന്ന് നിങ്ങൾ ആരെങ്കിലും നോക്കിയിട്ടുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ പറയും വിശ്വസിക്കേണ്ട. അതായത് ഇതൊന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ആർക്കും വിശ്വാസമില്ലെങ്കിൽ വേണ്ട. പക്ഷെ പ്രപഞ്ചത്തിൽ ഒരു ശക്തിയുണ്ട്, ആ ശക്തിയിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്, അത് നമ്മൾ വിശ്വസിക്കണം. അത് വിശ്വസിച്ചേ മതിയാവൂ. അതുകൊണ്ട് മറ്റുള്ളവരെ കാണിച്ചോട്ടെ. രഞ്ജിനി അങ്ങനെ പലതും പറയും, ജാൻമണി പലതും പറയും. കാരണം എന്താ വെച്ചാൽ ജാൻമണി ആയാലും രഞ്ജിനി ആയാലും അവർക്കൊന്നും നഷ്ടപ്പെടാനില്ല. അവർക്ക് കുടുംബമില്ല, അല്ലെങ്കിൽ വേറെയൊന്നില്ല, ബന്ധങ്ങളില്ല, ഒന്നുമില്ല. അവർക്കിങ്ങനെ എവിടെയെങ്കിലും പോയിട്ട് കടിച്ചപ്പെട്ടാതെ 2 ഡയലോഗ് പറഞ്ഞിട്ട് ബിഗ് ബോസ് പോലെയുള്ള മണ്ടം പരിപാടികളിൽ കയറണം, അത്രയേ ഉള്ളൂ. അല്ലാതെ എന്ന് പറഞ്ഞാൽ അവർക്ക് വേറെ ജോലിയോ തൊഴിലോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ. കാരണം എന്താ വെച്ചാൽ ആ മണ്ടം പരിപാടി, ബിഗ് ബോസ് പോലെയുള്ള മണ്ടം പരിപാടികൾക്ക് പോയിട്ട് ലക്ഷക്കണക്കിന് രൂപ കിട്ടിയിട്ടുണ്ട്. ഒരായുഷ്കാലം മുഴുവൻ ജീവിക്കേണ്ട പൈസ രഞ്ജിനിയും ഉണ്ടാക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ ജാൻമണിയും ഉണ്ടാക്കിയിട്ടുണ്ട്. ജാൻമണി ഇതിനടുക്കെന്തോ ഒരു മണ്ടത്തരം പറയുന്നുണ്ട്, എന്നെ കെറ്റുന്നാക്കി ഞാൻ എന്തോ പൈസ അങ്ങോട്ട് കേൾക്കുന്നു, അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു ഇതൊക്കെ വന്നിരുന്നു. അതുകൊണ്ട് ഇവർ പറയുന്ന ഒന്നും നിങ്ങൾ വിശ്വസിക്കരുത്, ഇവർ പറയുന്ന ഒന്നും കേൾക്കരുത്. കാരണം എന്താ വെച്ചാൽ ഒരു അമ്മയുടെ വേദനയോ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ വേദനയോ ഒന്നും രഞ്ജിനിക്കോ അല്ലെങ്കിൽ മറ്റേ ജാൻമണിക്കോ മനസ്സിലാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് സ്വന്തം ബന്ധങ്ങളൊന്നുമില്ല, അവർ ഒറ്റത്തടിയാണ്. അവർക്ക് പിന്നെ എന്താ പറയേണ്ടത്, രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകണമെന്നോ അല്ലെങ്കിൽ കുടുംബത്തിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം, മക്കളെ സ്കൂളിൽ ഇവിടെ ഒന്നുമില്ല അവർക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ അതുകൊണ്ട് അവർക്ക് എന്തും പറയാം. അവർക്കെന്ന് പറയുന്നത് എന്തും പറയാനുള്ള അധികാരമുണ്ട്. എന്തുകൊണ്ടാണ്? അവർക്ക് ഇതിൻ്റെ ഒന്നും വേദനയോ വിഷമങ്ങളോ കാര്യങ്ങളോ ഒന്നും അറിയില്ല. നേരെ മറിച്ച് ഒരു അച്ഛനും അമ്മയും ആണെങ്കിൽ അതിൻ്റെ വേദന കൃത്യമായിട്ട് മനസ്സിലാകും. അതായത് തൻ്റെ മക്കൾ തന്നെ കാണാതെ വല്ലതും ചെയ്തു വെക്കുമോ എന്നുള്ളൊരു ഭയം എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ടല്ലേ നമ്മളെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ പഠിപ്പിക്കുമ്പോഴായാലും എന്ത് കാര്യത്തിലായാലും നമ്മൾ പറയുന്നത് എന്താ, നമ്മൾ ശരീരം മറക്കാനായിരിക്കണം നമ്മൾ ഡ്രസ്സ് ഇടുന്നത്. ഇനി അങ്ങനെ കാണിച്ച് നടക്കണമെങ്കിൽ കാണിച്ച് നടന്നോ. ഏതെങ്കിലും ഞരമ്പ് രോഗികൾ വന്നിട്ട് വല്ല കമൻ്റ് ഇടുവോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യാം, മൈൻഡ് ചെയ്യാതിരിക്കുക. അത്രയേ ഉള്ളൂ, മൈൻഡ് ചെയ്യാതിരിക്കുക, അല്ലാതെ വേറെ ഒന്നുമില്ല. ഇപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ അകത്ത് വന്നിട്ട് മഞ്ജുപിള്ളയുടെ മകളെ നമ്മളെല്ലാവരും അങ്ങനെ ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുറേ ഞരമ്പന്മാരുണ്ട്, മോളെ നീ ഇതുപോലെ തന്നെ ഡ്രസ്സ് ഇട്ട് നടക്കണം മോളെ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ മാനസികാവസ്ഥയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഭയക്കേണ്ടത്. അല്ലാതെ എന്ന് പറഞ്ഞാൽ ഷെഫീന ബീവി ഒന്നുമല്ല. ഷെഫീന ബീവിയൊക്കെ ആ പറഞ്ഞത് കുറച്ച് കൂടിപ്പോയുടെ, ന്യായീകരിക്കുന്നൊന്നല്ല. ഷെഫീന ബീവി പറഞ്ഞ് 100% തെറ്റ് തന്നെയാണ്. ആ പറഞ്ഞത് കുറച്ച് കൂടിപ്പോയി, അത്രയേ ഉള്ളൂ. 100% അവരെ അത് അംഗീകരിക്കാൻ പറ്റൂല. അവരെ കുറേ കാര്യങ്ങൾ പറഞ്ഞൊന്നും ഒരിക്കലും അംഗീകരിക്കാം എന്ന് വിചാരിച്ചിട്ട് അവരെ അങ്ങ് തുടച്ച് നീക്കണം, അവരെ അങ്ങ് ഇത് ചെയ്യണം, അവരെ അങ്ങ് ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ മോശമായ കാര്യമാണ്. കാരണം വേറെ ഒന്നുമല്ല, അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മറ്റു പലതുമാണ്. കാരണം ഷെഫീന ബീബി ബായ തുറന്നു കഴിഞ്ഞാൽ ഇവിടെ പല ആൾക്കാർ ഓടി ഒളിക്കേണ്ടി വരും. ഭയം ഉണ്ടാകും. ഗൾഫിൽ നിന്നുള്ള ചില വിവരങ്ങളൊക്കെ അങ്ങ് ബായ തുറന്നങ്ങ് വിട്ട് കഴിഞ്ഞാൽ പല ആൾക്കാരും ഇവിടെ. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാവരും ആലോചിച്ചിട്ടുണ്ട്, ഈ സെലിബ്രിറ്റി എന്ന് പറയുന്ന കുറേ ടീമുകളുടെ ഇവിടെ വലിയ വലിയ കാറുകളിൽ പോകുന്ന വലിയ വലിയ വീടുകളിലുണ്ട്, വലിയ വലിയ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവർക്ക് എവിടെ നിന്നാണോ ഇങ്ങനെ പൈസ? അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഒരു സ്റ്റേജ് പ്രോഗ്രാമിലൊക്കെ പോയി കഴിഞ്ഞാൽ 2 ലക്ഷം 3 ലക്ഷം കിട്ടുമോ? അത് നിങ്ങളൊന്ന് പറ. ഒരു സ്റ്റേജ് പ്രോഗ്രാമിന് കൂടി വന്നാൽ 10,000 ഉറുപ്പ് 20,000 ഉറുപ്പ് കിട്ടും, അത്രയേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ വിചാരിക്കുക 2-3 ലക്ഷം, ഈ 20,000 വാങ്ങിച്ച് ഇവരുടെ ചിലവും കഴിച്ചിട്ട് ഇവർക്ക് കരുതാ പൈസ. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പൈസക്കാർ. അതുപോലെ തന്നെ തലക്ക് പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ പൈസ കിട്ടുള്ളൂ? അത് നിങ്ങളൊന്ന് പറ. മുഖത്ത് പൊട്ടിയിട്ട് കഴിഞ്ഞാൽ പൈസ കിട്ടുള്ളൂ? അപ്പോൾ എവിടെ നിന്ന് പൈസ? അതൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞാൽ എൻ്റെ പൊന്നു മക്കളെ പല ആൾക്കാരും ഇവിടെ ഇക്ഷ ഇമ്മ ഇന്ന വരക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഇവരെല്ലാവരും ആ ഒരു നാക്കിനെ ഭയക്കുന്നത്. കാരണം എന്താ പറയുക, ആ നാക്കൊരു ഭയങ്കരമാണ്. കാരണം അത് അങ്ങ് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നീരാളി പിടുത്തായിരിക്കും, പിന്നെ വിടൂല. അപ്പോഴും പറയുകയാണെന്ന് അവർക്ക് അവരുടെ എന്താ പറയുക 3 ഭർത്താക്കന്മാരുണ്ട് അവർക്ക് 3 ഭർത്താക്കന്മാരെയും കൊലപ്പെടുത്തിയിട്ട് ഷെഫീന ബീബി ഇത് മേടിക്കുന്നുണ്ട്, പെൻഷൻ വാങ്ങിക്കുന്നുണ്ട്. 3 ഭർത്താക്കന്മാരെ കൊലപ്പെടുത്തിയിട്ട് പെൻഷൻ വാങ്ങിക്കുമെന്ന് ഒരുത്തി പറയല. കാരണം എന്ന് വെച്ചാൽ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ തലക്ക് വെളിവില്ലെങ്കിലല്ലേ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. പിന്നെ അല്ലാതെ എന്ന് പറഞ്ഞാൽ 3 ഭർത്താക്കന്മാരെ കൊലപ്പെടുത്തിയിട്ട് എന്നാൽ പിന്നെ എന്തെങ്കിലും വിവരമുണ്ടെങ്കിൽ പോയിട്ട് പോലീസിൽ കൊടുക്കലേ വേണ്ടത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവരെന്താ നഗ്ന ചിത്രങ്ങൾ അയച്ചു കൊടുക്കൽ പോലും. എന്നാൽ പിന്നെ ഒരു 10 ഞാനും അയച്ചു തരാറുണ്ട്. എൻ്റെ നഗ്ന ആയിരിക്കും വേണ നഗ്ന ചിത്രങ്ങൾ അയച്ചു കൊടുക്കുക പോലും, അതിലൂടെ പൈസ ഉണ്ടാക്കുക.
ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല, അവർ വായ തുറന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ പല എണ്ണത്തിൻ്റെ മുഖംമൂടി കഴിഞ്ഞു പോവായിരുന്നു. അതുകൊണ്ട് തന്നെ മിണ്ടാതിരുന്നോ, അത്രേ എനിക്ക് പറയാനുള്ളൂ. പെട്ടെന്നങ്ങ് വന്നിട്ട് എന്തെങ്കിലും അങ്ങ് പറയുകയാണ്. അപ്പോൾ രഞ്ജിനി പറഞ്ഞതിൻ്റെ കാര്യത്തിലേക്ക് വരാം. രഞ്ജിനി പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെഫീന ബീവിയെ ഞാനങ്ങ് ഉണ്ടാക്കും എന്നുള്ളതാണ്, വേറെയൊന്നുമല്ല. അത് രഞ്ജിനി കുറേ നാളായിട്ട് ഇങ്ങനെ പ്രതികരിക്കില്ലായിരുന്നു, ഇപ്പോൾ എവിടുന്നോ വന്ന് എന്തോ പറഞ്ഞു, അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെയൊന്നുമില്ല. ഇത് കഴിഞ്ഞടാർന്ന് എന്തെന്നാ ഇത് ആയുഷ്കാലം മുഴുവൻ ഷെഫീന ബീബി ഇത് തന്നെയാണോ നിങ്ങളെ പണി? നിങ്ങൾക്കൊന്നും വേറെ തൊഴിലില്ലായിരുന്നു, ഇത് ഭയപ്പാടുന്നു. ആ, നമസ്കാരം.